മാൻമിഴി പൂവ് മീൻ തുടിച്ചേല് എൻ്റെ പെണ്ണ് ഓ എൻ്റെ പെണ്ണ് ആലോലം ചെല്ലക്കാറ്റേ കുഴലൂതും കുഞ്ഞിക്കാറ്റേ തിനവിളയട പാടത്ത് കിളിമകളുടെ ചാരത്ത് പ്രണയത്തിൻ തൂവൽ മിനുക്കാൻ പോരൂ. ദേവദൂതനിലെ ഈ സിനിമയിലെ ആ പാട്ടേ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ആർട്ട് ഡയറക്ടറായ രാജൻ എന്നുള്ള സുഹൃത്തും കൂടിയിട്ട് ഈ ടാപ്പ് റെക്കോർഡറിൽ ഇട്ടിട്ട് ഇത് ഇങ്ങനെ കേൾക്കും. ഒരു ദിവസം തന്നെ ഒരു 10-25 പ്രാവശ്യം ഇത് കേൾക്കും. അത്രയും ലഹരി ഈ പാട്ടിനോട് ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ ഇത് ആലോചിക്കുകയാണ്, ഇത് ആരൊക്കെ പാടിയത്, പിന്നെ ഈ പാട്ടിൻ്റെ എന്താണ് ഇതിൽ എത്ര കേട്ടാലും ഈ ഇതിലെ രഹസ്യം, ഇതിൻ്റെ ആകർഷണീയത രഹസ്യം എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കും. ഒരു വൈകാരികമായ ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം ഇതുമായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ പാട്ട് പാടിയ ആ ആളെ നേരിട്ട് കാണുമ്പോഴും ഇന്റർവ്യൂ ചെയ്യുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ഒരു 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 വല്ലാത്തൊരു ഇഷ്ടമാണ് തോന്നുന്നത്. എന്താണ് അനുഭവം, പിന്നീടുള്ള അനുഭവം എന്താണ് പറയാം? ഈ പാട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് അത് വിദ്യാജിക്ക് മാത്രം തന്നെ അറിയുള്ളൂ. ഒരുപക്ഷെ ഇതിൻ്റെ ആ ഒരു 12 സ്വരസ്ഥാനങ്ങൾ ചേരുന്നതിൻ്റെ ആ ഒരു എല്ലാം കൂടെ ചേർന്നുള്ളൊരു സിംഫണി ഭയങ്കരമാണ്. അതൊരു മാജിക്കാണ്. എനിക്ക് ഓർമ്മയുള്ളത് ദാസാറിനെ എനിക്ക് ഈ പാട്ട് പാടിയതിന് ശേഷം ദാസാറുടെ ചില പ്രോഗ്രാംസിന് കേരളത്തിൽ അന്ന് ചെയ്ത ചില പ്രോഗ്രാംസിനും പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് പാടിയതിന് ശേഷം ഞാൻ തരംഗിണിയിൽ ദാസാർ വന്ന സമയത്ത് അവിടെ പോയി ദാസാറിനെ കാണാൻ പോയിരുന്നു. കാരണം ഈ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം നീ അത് നന്നായി പാടിയിട്ടുണ്ട്, പ്രഭയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതും എനിക്ക് ഭയങ്കര ഒരു അവാർഡാണ്, ഭയങ്കര അവാർഡാണ്. ദെൻ സത്യം ഓഡിയോസ് ദാസാറുടെ ആ വർഷത്തെ, അപ്പോൾ പറയുകയാണെങ്കിൽ 2000-ലാണ് ഈ മൂവി ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞു. 2000-ൽ ദാസാർക്ക് ഇഷ്ടപ്പെട്ട 10 പാട്ടുകളുടെ ഗ്രാമഫോൺ ഡിസ്ക് ഇറക്കി. അതിൽ രണ്ടാമത്തെ പാട്ടാണിത്. ദാസാറിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് അതിൽ അതെനിക്ക് അടുത്ത അവാർഡ്. പിന്നെ പിന്നെ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിനും ഒക്കെ പോകുമ്പോൾ മറ്റേ ചില പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില കപ്പിൾസൊക്കെ നമ്മൾ വന്ന് മീറ്റ് ചെയ്യാറുണ്ട്. മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്, ഞങ്ങൾ ഒളിച്ചോടിയവരാണ് ചിലർ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് പാട്ട് ഇതാണ്, അത് പാടിയ ചേച്ചിയെ കാണാൻ നേരിട്ട് വന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സെലിബ്രിറ്റി കപ്പിൾസ്, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ പ്രേമിക്കുന്ന സമയത്ത് സിഗ്നേച്ചർ സോങ് ഇതായിരുന്നു. പിന്നെ ഹംസത്തിൻ്റെ പണിയൊക്കെ ഈ പാട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല. പിന്നെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ ഇടയ്ക്കല്ല 2-3 വർഷമായി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹം എറണാകുളത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ കാറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഈ പാട്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അപ്പോൾ എൻ്റെ സുഹൃത്ത് പറയും, ഇതൊന്നും നിർത്തുമോ, ഇതൊന്നും വേറൊരു പാട്ട് വയ്ക്കുമോ? ഇല്ല ഇത് തന്നെ. എന്നിട്ട് അവർ ട്രാവൽ ചെയ്ത് പോകുമ്പം ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകണേൽ ആ റോഡിൻ്റെ ആ വീഡിയോ അടക്കം എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിക്കാത്ത ഭാഗ്യങ്ങളല്ലേ ഇതെല്ലാം. അതൊക്കെ ഈ ഒരു പാട്ട് പോലും സംഭവിച്ചതല്ലേ. ഒരുപാട് പാട്ടുകൾ പാടിയില്ല എന്ന് വിഷമിക്കുമ്പോഴും ഈ ഒരു സന്തോഷങ്ങൾ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റൊരു കാര്യത്തിലും കൂടി പ്രീത ഭാഗ്യവതിയാണ്. അതായത് സ്വന്തം കുടുംബത്തിൽ ഏറ്റവും മൂത്ത സഹോദരി ഗായികയാണ്. ഭർത്താവ് കണ്ണൻ ചേട്ടൻ ഗായകനാണ്. മകൻ ഗാനരംഗത്ത് ശോഭിക്കുന്ന ഒരാളാണ്. ഈ ഒരു പാട്ട് കുടുംബം എങ്ങനെയാണ് സന്തോഷം നൽകുന്നത്? കുടുംബത്തിൽ ശരിക്കും ഞങ്ങൾ 3 പേരാണ്. ഞാൻ, എൻ്റെ തൊട്ട് മൂത്ത സിസ്റ്ററുടെ പേരാണ് അനിത. അതിലും മൂത്ത ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററാണ് ഞങ്ങൾ ചെറുതിലെ കോമ്പറ്റീഷൻസിനും ഒക്കെ സ്കൂളിൻ്റെ സമയമാണ് പറയുന്നത് കേട്ടോ. അത് പാട്ടുകളൊക്കെ ലൈറ്റ് മ്യൂസിക്കൊക്കെ കിട്ടാനും വരികളൊക്കെ കിട്ടാനും ഒക്കെ പ്രയാസമുള്ള സമയമാണ്. റേഡിയോയുടെ മുന്നേ പോയിരുന്ന് എഴുതിയെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പാട്ടുകൾ പഠിപ്പിച്ച് നമ്മളെ സ്റ്റേജിലോട്ട് തള്ളിവിട്ട മൂത്ത സിസ്റ്ററാണ്. രണ്ടാമത്തെ സിസ്റ്ററാണ്. ആ മൂത്ത സിസ്റ്ററിൻ്റെ സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സിസ്റ്റർ പാടും, പക്ഷെ പേടിയുണ്ട്.
നമ്മളെ പക്ഷെ പേടിയൊക്കെ ഇല്ലാതാക്കി എന്നെയും എൻ്റെ തൊട്ടുമുഖത്ത് ചേച്ചി അനിതയെയും ഇങ്ങനെ ഒരു സിംഗിങ്ങിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നത് ചേച്ചിയാണ്. രണ്ടാമത്തെ സിസ്റ്ററും ഞാനുമാണ് പ്രോഗ്രാംസിന് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പല പല ട്രൂപ്പുകളിലും. അന്ന് വേറെ കുട്ടികളും ആൾക്കാരും കുറവാണ്, ഇന്നത്തെ പോലെ ഇല്ല. ഗാനമേള പ്രോഗ്രാംസുകൾക്കൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യങ്ങളും കുറവായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുമാണ്, ഞാനും ചേച്ചി അനിതയുമാണ് കൂടുതലും പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതേപോലെ ഈ തരംഗിണിയുടെ കോറസിലും ട്രാക്കിലും ഒക്കെ എൻ്റെ ചേച്ചിയും ഞാനും എല്ലാവരും ഉണ്ട്. പിന്നെ കല്യാണത്തിന് ശേഷമാണെങ്കിൽ കണ്ണഞ്ചേട്ടൻ സ്വാതിരുന്നാൾ കോളേജിൽ നിന്നാണ് പഠിച്ചിറങ്ങിയ ആളാണ് സംഗീതം. പക്ഷെ കണ്ണഞ്ചേട്ടൻ്റെ അച്ഛന് അദ്ദേഹം ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്താണ്, മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിന് മകനെ ഒരു ഗായകനാക്കണം എന്നൊക്കെ തന്നെയായിരുന്നു ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പക്ഷേ കണ്ണഞ്ചേട്ടൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ മാർക്കറ്റിങ്ങിലേക്ക് തിരിഞ്ഞു. പിന്നെ അതും സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ബിസിനസ് അങ്ങനെയുള്ള ഫീൽഡിലേക്ക് കണ്ണഞ്ചേട്ടൻ മാറി. അപ്പോൾ അച്ഛൻ അതൊരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പോൾ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു സിംഗറാണ് എന്നൊക്കെ, അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, എന്നെക്കാട്ടിൽ താല്പര്യം. ഞാൻ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മടി പിടിച്ചിട്ട് ഇനി പാട്ടിനൊന്നും പോകണില്ല, ഇനി നമ്മൾ പതുക്കെ ആ ഒരു സെറ്റപ്പിൽ ആ ഒരു ലൈനിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ പക്ഷേ കണ്ണഞ്ചേട്ടനും ഇല്ലാതല്ല, പാടണം, നമ്മൾ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ മോട്ടിവേഷൻ തന്ന്, എല്ലാറ്റിലും ഉപരി മോട്ടിവേഷൻ തന്ന ആൾ അച്ഛനാണ്. അപ്പോൾ അവിടെയും എനിക്ക് നമ്മളിപ്പോൾ നമ്മുടെ ഒരു കേരളത്തിലെ അല്ല എല്ലായിടത്തെയും ആണെങ്കിലും വിവാഹശേഷം ആ വീട്ടുകാരുടെ നമുക്ക് താല്പര്യം ഉണ്ടായതുകൊണ്ട് മാത്രം ആയില്ലല്ലോ, നമുക്ക് ആ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് വേണം. ഇത് 101% സപ്പോർട്ടായിരുന്നു. 2 സിസ്റ്റേഴ്സും കണ്ണഞ്ചേട്ടൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ. അതുകൊണ്ട് നമ്മൾ പല ഫങ്ഷൻസിനും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഓണത്തിനൊന്നും ചില ദിവസങ്ങൾ, ചിലപ്പോൾ ഓണത്തിൻ്റെ അടുത്ത ദിവസം കണ്ണഞ്ചേട്ടൻ്റെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അവിടെ അങ്ങനെയാണ്, പിറന്നാൾ ഡേയിലാണ് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ പല വർഷങ്ങളിലും ഈ ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രോഗ്രാമിലായിരിക്കും. എൻ്റെ ഒപ്പം കണ്ണഞ്ചേട്ടനും കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും ഒരു മുഷിലോ ഒന്നും പറയാതെ എൻ്റെ സംഗീതത്തിനെ പ്രോത്സാഹിപ്പിച്ചത് വിവാഹശേഷം തീർച്ചയായിട്ടും അവർ തന്നെയാണ്. അതുവരേക്കും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വീട്ടിലെ ചേച്ചിമാരും പ്രോത്സാഹനം തന്നുകൊണ്ടാണല്ലോ. എവിടെയും പ്രോഗ്രാമിന് കൊണ്ടുപോകും, റെക്കോർഡിങ്സിന് കൊണ്ടുപോകും, റിഹേഴ്സൽ, കോമ്പറ്റീഷൻസ്, അന്ന് ഒത്തിരി കോമ്പറ്റീഷൻസ്. അപ്പോൾ ഈ തിരുവനന്തപുരത്തിൽ എത്രയോ കോമ്പറ്റീഷൻ. അപ്പം നമ്മൾ ഒറ്റയ്ക്കും എവിടെയൊന്നും പോകുന്ന ഒരു ടൈമല്ല. അപ്പോൾ എല്ലാത്തിനും അമ്മയ്ക്ക് ജോലിയുണ്ട്, അച്ഛനും ജോലിയുണ്ട്. പക്ഷേ എന്നാലും ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പം വരാനും ഒക്കെ നമുക്കൊരു പ്രോത്സാഹനം എന്നുദ്ദേശിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചേച്ചിയും ഒരു പടത്തിൽ പാടിയിട്ടുണ്ട്, കല്യാണ ഉണ്ണികൾ എന്ന് പറഞ്ഞ്, ജഗതി ശ്രീകുമാരേട്ടൻ്റെ സംവിധാനത്തിലെ മൂവി. ഈ പാട്ട് അത്ര ഓർമ്മയില്ല. പിന്നെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, സിനിമയിൽ പാടിയിട്ടില്ല. ഒരുപാട് ഓൾ ഇന്ത്യ റേഡിയോ, എ ഗ്രേഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ ഈ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഉള്ളൊരു ബുദ്ധിമുട്ടാണല്ലോ. അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇപ്പുറവും അപ്പുറവും ഒരുപോലെ. മാത്രമല്ല സ്കൂൾ കുറച്ച് ദൂരെയാണ്, പാലോട്, പെരിങ്ങമല പാലോട്. പിന്നെ സ്കൂളിലെ മ്യൂസിക് ആക്ടിവിറ്റീസും അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാത്തിലും ഭയങ്കര സജീവമാണ്. ഇപ്പം അവരാണ് ഒരു വാനമ്പാടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവോഷണൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ആ കാലത്ത് കോറസൊക്കെ പാടാനുണ്ടായിരുന്ന നമ്മളെല്ലാവരും, വിമൻസ് കോളേജിലുണ്ടായിരുന്ന മ്യൂസിക്കിൻ്റെ ആൾക്കാരെല്ലാവരും, രാധിക സുരേഷ് ഗോപി, രാജീവ്, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു, അപ്പോൾ നിറയെ പ്രോഗ്രാമും ഒക്കെ ആയിട്ട് അവർ ആ മ്യൂസിക്കിനെ റിവൈവ് ചെയ്തെടുത്തു, ആ കൂട്ടരെല്ലാം. ഇപ്പം മക്കളൊക്കെ വലുതായി എല്ലാവരും ഒക്കെ ഒന്ന് സെറ്റിലായപ്പോൾ എല്ലാ വീടുകളിലും ഇവർക്ക് പാടാനുള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറായി. അങ്ങനെ അവരും സജീവമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് പാടി നോക്കാൻ വേണ്ടി പോയതല്ലേ. അപ്പോൾ ആദ്യം പഠിച്ച് പാടുന്നത് തലേ ദിവസം റിഹേഴ്സലിന് അദ്ദേഹം പഠിപ്പിച്ചത് പൂവേ പൂവേ പാലപ്പൂവയാണ്. അത് പഠിച്ചു, റെക്കോർഡിങ്ങിന് പാടി. അതിനുശേഷം ദർ ഇസ് വൺ മോർ സോങ് എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഈ പാട്ട് പാടിയതിന് ശേഷം അദ്ദേഹം അപ്പോൾ പറഞ്ഞു തന്ന് പാടിയതാണ് കരളി നിൻ കൈ പിടിച്ചാൽ. അപ്പോൾ എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു അത്യാഗ്രഹത്തിൽ നിന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഈ 2 പാട്ടും ഞാനാണ് പാടുന്നത് സിനിമയിൽ എന്നുള്ള ഒരു, പക്ഷേ യഥാർത്ഥത്തിൽ അറ്റ് ദ സെയിം ടൈം
അത് പാരലായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് അയച്ചു കൊടുത്ത് ഇവിടുന്ന് അപ്രൂവൽ കിട്ടണം. വിദ്യാജി പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ ഐ എം ഓക്കെ, എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോഴാണല്ലോ നമുക്കൊരു കമ്പോസറിന് ഇഷ്ടമാകുമ്പോഴാണല്ലോ നമുക്കൊരു ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവുക. അപ്പോൾ 2 പാട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ പിന്നീടാണ് പടം റിലീസാവുന്നതിന് തൊട്ട് മുമ്പാണ് അറിയുന്നത് 2 പാട്ടിൽ ഒരെണ്ണം മാറ്റി ഒരെണ്ണമാണ് സ്ട്രെയിറ്റ് ആക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷമം തോന്നി. ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് എനിക്ക് വിഷമം തോന്നിയത്. പക്ഷേ ഒരു പാട്ടും സ്ട്രെയിറ്റ് ആക്കിയില്ലായിരുന്നെങ്കിലോ. അപ്പോൾ ആദ്യം വിഷമം തോന്നിയെങ്കിലും ഇതിപ്പോൾ ഏത് പാട്ടാണ് സ്ട്രെയിറ്റ് ആക്കിയത് എന്ന് അറിഞ്ഞില്ല ഞാൻ. ക്രമേണയാണ് അറിഞ്ഞത് കരളെ നിൻ കൈപിടിച്ചാലാണ് സ്ട്രെയിറ്റ് ആയത്. പക്ഷേ അപ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ദേവദൂതൻ ഇറങ്ങിയ സമയത്ത് ലാലേട്ടൻ ഡാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീഡിയോയിൽ ആ പാട്ടിൻ്റെ വീഡിയോ ലാലേട്ടൻ ഉണ്ട് എന്നൊക്കെ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും പൂവേ പൂവേ പാലപ്പൂവയായിരുന്നു ആ സമയത്ത് ഒരു ഹിറ്റ്. ഈ പാട്ട് കരളെ നിൻ കൈപിടിച്ചാൽ സ്ലോലിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കി അത് ഹിറ്റായി മാറിയത്. അപ്പോൾ ഞാൻ പാടിയ മറ്റൊരു പാട്ട് എന്ന് പറയുമ്പോൾ മറ്റേ പാട്ടിനെ പൂവേ പൂവയെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. സിനിമ ഇറങ്ങിയ ആ മാസങ്ങളിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ക്രമേണ ഇതൊരു എവർഗ്രീൻ സോങ്ങായി സ്വയം ലാലേട്ടന് പോലും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരെണ്ണമായിട്ട് മാറി. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ സങ്കടമൊക്കെ മാറി, സന്തോഷമേ ഉള്ളൂ. ഒന്നുകൂടെ ആദ്യ കാലഘട്ടത്തിലെ പാട്ടിലേക്കൊന്ന് വരാം. അതായത് ആദ്യ കാലഘട്ടത്തിൽ പാടിയ സിനിമ എന്ന് പറയുന്നത് പുലർവെട്ടം അല്ലേ? പുലർവെട്ടം കുട്ടികളുടെ ഒരു കുട്ടികളുടെ ആ സിനിമയായ പുലർവെട്ടത്തിലും സമാന്തരങ്ങൾ എന്ന സിനിമയിൽ പാടിയ സമയത്തും ആ പാട്ടിലൊരു ശബ്ദത്തിലൊരു കുട്ടിത്തം ഉണ്ടായിരുന്നു. പിന്നീട് ദേവദൂതനിലേക്ക് വരുമ്പോഴും ഒരു ഇരുത്തം വന്ന ഗായികയുടെ ഒരു നിലയിലേക്ക് വന്നു. ആ ശബ്ദത്തിലെ ഒരു മാറ്റം എങ്ങനെയാണ്? പ്രായത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റമാണോ അല്ല? തീർച്ചയായിട്ടും. ഞാൻ പുലർവെട്ടമൊക്കെ പാടുന്നത് എനിക്ക് തോന്നുന്നു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ സമയത്തൊക്കെയാണ്. അതിൽ നിന്ന് ഇപ്പം സമാന്തരങ്ങളിൽ പോലും അങ്ങനെ തന്നെയാണ്. സമാന്തരങ്ങൾ കല്യാണത്തിന് ശേഷമാണ് പാടിയത്. ഓക്കെ, അപ്പോൾ പോലും പക്ഷേ അവിടെ സമാന്തരങ്ങളുടെ ഓഡിയോയിൽ അങ്ങനെ എന്തോ ഒരു വോയിസിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് സ്വയം അവിടുന്ന് തന്നെ പറഞ്ഞു. തികച്ചും തീരെ ഫീബിളായിട്ട് ഉള്ളൊരു വോയിസാണ് സമാന്തരങ്ങളിൽ. അതേ സമയത്ത് ഏറെക്കുറെ ആ സമയത്തൊക്കെ തന്നെയാണ് പുലർവെട്ടമൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ കുറച്ചും കൂടെ എൻ്റെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, അങ്ങനത്തെ ഒരു വോയിസ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ശബ്ദം മാറുമല്ലോ, നമ്മൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ശബ്ദം മാറി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദേവദൂതനിലെത്തിയപ്പോഴേക്കും അങ്ങനെ ഒരു വോയിസ് വന്നത്. അത് ഞാനായിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ചില പാട്ടുകൾ സ്റ്റേജിൽ പാടുമ്പോൾ, ചില സിംഗേഴ്സിൻ്റെ പാട്ടുകൾ, പഴയ പാട്ടുകൾ പാടുമ്പോൾ നമ്മളൊന്ന് അവരുടെ സ്റ്റൈലോ ഡിക്ഷനോ ഒക്കെ ഒന്ന് മിമിക് ചെയ്ത് പാടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പാട്ട് കിട്ടുമ്പോൾ നമ്മുടെ ഓൺ വോയിസ്, അത്രേ ഉള്ളൂ. ദേവദൂതനിലെ ഈ പാട്ടിന് ശേഷവും ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിലും കാര്യസ്ഥൻ എന്നുള്ള ഹിറ്റ് ചിത്രത്തിൽ പ്രീത പാടിയിട്ടുണ്ട്. ഓണവില്ലിൻ തമ്പുരു നീട്ടി എന്ന് പറയുന്ന ആ പാട്ട് എങ്ങനെയാണ്? ആ പാട്ട് ബെനി ഇഗ്നേഷ്യസ് ചേട്ടനാണല്ലോ എൻ്റെ മ്യൂസിക്. കണ്ണൻ ചേട്ടൻ ഒരു അമേരിക്കൻ ഷോയുടെ ഒരു കോർഡിനേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, താര ആർട്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ US-ലുള്ള. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു US ഷോയുടെ റിഹേഴ്സൽ നടക്കുമ്പോൾ ഞാനും മോനെന്ന് ചെറിയ കുട്ടിയാണ്, 4.5 വയസ്സ് മറ്റേ ഉള്ളൂ, അവിടെ ഉണ്ട്, ആ സ്ഥലത്തുണ്ട്. അപ്പോൾ ആൻഡ്രു ചേട്ടൻ ഇവനെ വന്ന് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങ് പോയി. പിന്നീട് ചോദിച്ചു, ഇവനെ ഒരു മൂവിയിലേക്ക് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വിടുവോ ചോദിച്ചു. നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അത് പിന്നെ വല്ലതും ചെയ്യുമോ, അങ്ങനെയൊന്നും അറിയുക പോലും ഇല്ല. ആൾ ഭയങ്കര കുസൃതിയാണെന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞു, ഭയങ്കര നോട്ടി. അപ്പോൾ അത് അങ്ങനെ മോൻ പോയി അഭിനയിച്ച മൂവിയാണ് രൗദ്രം. മമ്മൂക്കയുടെ മോനായിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അവൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രു ചേട്ടനെ അങ്ങനെ പരിചയമായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ
ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങോട്ട് സിനിമയിൽ പാടാൻ എന്നെയും ചാൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓർക്കണം എന്ന് വളരെ ചുരുക്കം വ്യക്തികളോട് പറഞ്ഞതിൽ ഒരാളാണ് ആൻഡ്രൂ ചേട്ടൻ. അതിങ്ങനെ വളരെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അല്ലാതെ നിരന്തരം വിളിച്ച് അവരുടെ ഒരു പടം അനൗൺസ് ചെയ്യുമ്പോൾ വിളിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനത്തെ ഒരു രീതിയേ ഇല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ഓർത്ത് കാരിസൻ എന്ന മൂവിയിൽ ഒരു പാട്ടുണ്ട്, അവിടുന്ന് സ്റ്റുഡിയോയിൽ നിന്ന് വിളിക്കും, പോയി പാടണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പക്ഷേ എന്നെ വിളിച്ച സമയത്ത് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ പിന്നെയും വീണ്ടും ഏതൊക്കെയോ വഴിയിലൂടെ അന്വേഷിച്ച് എനിക്കിന്നും ഓർമ്മയുണ്ട്. ഡയറക്റ്റായിട്ടല്ല, എനിക്ക് പ്രീത അങ്ങോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യൂ, ഇന്നവർ നിന്നെ പ്രീത അന്വേഷിക്കുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയൊന്നും എനിക്ക് വേണ്ടിയൊന്നും ആരും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഐ ആം താങ്ക്ഫുൾ ടു ആൻഡ്രൂ ചേട്ടൻ, ബേലി, ഇഗ്നീഷ്യസ് ചേട്ടന്മാർ. അങ്ങനെയാണ് കാരിസനിലെ മൂവിയിൽ പാടാൻ പറ്റിയത്. അതിൽ ഞാൻ, മധു, തുളസി എന്ന് പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടീനെ. ഞങ്ങൾ ആരും തന്നെ തമ്മിൽ കണ്ടിട്ടല്ല പിന്നീടുള്ള പാട്ടുകളൊന്നും. റെക്കോർഡിങ്ങിൻ്റെ രീതിയെല്ലാം മാറിയല്ലോ പിന്നെ. അത് പക്ഷേ വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു കുടുംബത്തിലെ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗെദർ ഒക്കെ നടക്കുമ്പോൾ ഒരു ഒത്തൊരുമയുടെ ഒരു പാട്ടായിട്ട് പല വീഡിയോസിലും ഒക്കേഷൻസിലും ഒക്കെ ഇപ്പോഴും പ്ലേ ചെയ്യുന്നൊരു പാട്ടാണത്. അങ്ങനെ ഒരു പ്രിയപ്പെട്ടൊരു സോങ്ങാണത്.